ഇത്രയും കാലം അവന് വേണ്ടി കരഞ്ഞത് എന്റെ കണ്ണല്ല, എന്റെ നെഞ്ച. തൊണ്ടയില് കണ്ണീരൊരു നോവായിട്ടിരിക്കുക. അവനെ കെട്ടിപ്പിടിച്ച് എന്റെ മോനെ എന്ന് വിളിച്ചൊന്ന് പൊട്ടിക്കരയണം എനിക്ക്. വീടില്ല നിങ്ങളെ ഞാൻ. എന്റെ മോൻ ആരാന്ന് പറ. എന്താ നിങ്ങൾ എന്താ എത്ര ബുദ്ധിമുട്ട്? ശല്യം ചെയ്യുന്നു സാർ. ഇവിടെ എടുത്തോണ്ട് പോ. ഇനി കുറച്ചു ദിവസത്തേക്ക് എഴുന്നേറ്റ് നിൽക്കരുത്. ഇവള് വരാനല്ലേ പറഞ്ഞു. അങ്ങോട്ട് പോടി. ഇങ്ങോട്ട് വരാൻ നടക്കടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. ശരിയാ, അടങ്ങി നിന്നോളാം. പോലീസുകാരുടെ നേരെ കയ്യോങ്ങിയാലുണ്ടല്ലോ. എന്നിട്ട് എല്ലാരും കൂടെ തിന്ന് എന്റെ ശവം തന്നെ സന്തോഷിക്ക് യക്ഷികൾ. എങ്ങനെയുണ്ട് അനിയേട്ടന്? മരിക്കില്ല, അതുകൊണ്ട് സന്തോഷിക്കണ്ട. ഒരാൾ മരിച്ചാൽ ലോകത്തൊരു ഡോക്ടറും സന്തോഷിക്കില്ല. നീ ഡോക്ടർ മാത്രമല്ലല്ലോ, എന്റെ ശത്രു അല്ലേ. എനിക്ക് നിന്നോട് ശത്രുതയുണ്ടായിരുന്നെങ്കിൽ നീ അഴകത്ത് വന്ന് കേറില്ലായിരുന്നു. അനന്തു നിന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. പിന്നെ നിന്റെ കയ്യിലല്ലേ എന്റെ ജീവിതം ഇരിക്കുന്നത്. നീ എന്നെ എന്ത് ചെയ്യുമായിരുന്നു? ലിവിങ് ടുഗദർ എന്നും പറഞ്ഞ് ഒരുത്തന്റെ കൂടെ 1.5 വർഷം താമസിച്ച് ക്ലബിലും പബ്ബിലും ഒക്കെ അഴിഞ്ഞാടി നടന്ന കഥ അഴകത്ത് ഞാനൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പടി വിട്ട് നിന്നെ അകത്തേക്ക് കയറ്റില്ലായിരുന്നു. ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ ഞാൻ. അതൊരു തെറ്റായി പോയിന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്നാ ചെന്ന് തെറ്റ് തിരുത്തടി. സകലതും ചെന്ന് പറ, കാണട്ടെ നിന്റെ മിടുക്ക്. കുട്ടിയുടെ സഹോദരന് കുറച്ചുമ്പ് ബോധം തെളിഞ്ഞു, പിന്നെ ഒരു മയക്കം പോലെയായി. ഇപ്പൊ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കവിത എന്നാണോ പേര്? അതെ. അങ്ങനെ എന്തോ സംസാരിക്കുന്നതായാ തോന്നിയത്. മോളെ, അവൾ ഐസിയുലേക്ക് എങ്ങനെയാണോ പോകുന്നത്? ബാലാമണിയെ കാണില്ലേ? കുഴപ്പാവും. എങ്ങോട്ടാ? അനിയേട്ടനെ കാണണം. പറ്റില്ല. എന്റെ ഏട്ടനെ ഞാൻ കാണരുതെന്ന് പറയാൻ നീ ആരാ? ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജി ചീഫാ. എന്റെ പേഷ്യൻസ് പലരും ഐസിയുവിലുണ്ട്. പുറത്തു നിന്നൊരാൾ ഐസിയുലേക്ക് കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഗൈനക്കോളജിസ്റ്റിന് ലേബർ റൂമിലാ കാര്യം. ഐസിയുവില് പല പേഷ്യൻസ് ഉണ്ടാവും. പ്രസവം നടക്കുന്നിടത്ത് ഞാൻ ചെല്ലുന്നില്ല. അതുപോരെ? ഗൈനക്കോളജി എന്നാൽ പ്രസവം എന്നാണ് അർത്ഥമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിന്ന അറിവില്ലായ്മ വിളമ്പാതെ ഒന്ന് പോകവിതേ നീ. ഐസിയു എന്താടി നിന്റെ സ്വകാര്യ സ്വത്താണോ? ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഡോക്ടേഴ്സാ. വെറുതെ തർക്കിച്ചു നിന്നാൽ ഞാൻ ഹോസ്പിറ്റൽ MD വിളിക്കും. വിളിപ്പിച്ചിട്ട് അയാള് വന്ന് എന്നെ ജീവപര്യന്തം ശിക്ഷിക്കോ? ഇല്ല,
പക്ഷേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അതെന്തോ ആവട്ടെ, നിന്റെ ചേട്ടനെ ഈ കണ്ടീഷനിൽ ഡിസ്ചാർജ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോവേണ്ടി വരും. അതൊരു ജീവൻ വെച്ചുള്ള കളിയാ. നീ ശരിക്കൊന്ന് ആലോചിക്ക. നിന്നെ ഞാൻ കിടത്തോടി, ഇതിനകത്ത് കിടത്തും. എന്നിട്ട് ഞാൻ കാണാൻ വരും നിന്റെ മരണവെപ്രാളം കണ്ട് ചിരിക്കാൻ. അമ്മയെടുത്തേ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, യെസ്. എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം വേണം. എന്താ? ഡോക്ടറുടെ പേഷ്യന്റ് അല്ലേ എന്റെ ഏട്ടൻ. ഏട്ടൻ ഇപ്പൊ ബോധം തെളിഞ്ഞു. എന്റെ പേര് വിളിച്ച് കരയാ. എനിക്കൊന്ന് കാണണം ഡോക്ടർ, പ്ലീസ്. അതിനെന്താ, പോയി കണ്ടോളൂ. സമ്മതിക്കുന്നില്ല. ഡോക്ടർ അഭിരാമി ICUലേക്ക് കേറാൻ സമ്മതിക്കുന്നില്ല. ഡോക്ടറോടുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടാണോ? ഏയ്, അവരൊരു നല്ല ക്യാരക്ടറാ. വരൂ, ഞാൻ പറയാം. എന്താ അഭിരാമി, ഇവര് ബ്രദറിനെ ഒന്ന് കണ്ടോട്ടെ. എന്തിനാ തടഞ്ഞത്? ഡോക്ടറോട് ചോദിക്കാതെ ICUയിൽ കയറുന്നത് ശരിയാണോ? ഓ, അതായിരുന്നോ കാര്യം. ഹീസ് വെരി ക്രിട്ടിക്കൽ. ഒന്ന് കയറി കണ്ടോട്ടെ. പെട്ടെന്ന് ഇറങ്ങി വരണം കേട്ടോ. പൊക്കോളൂ. അനിയേട്ടാ, അനിയേട്ടാ, കണ്ണ് തുറക്ക അനിയേട്ടാ. എന്താ അനിയേട്ടാ പറയുന്നത്? എന്താ അനിയേട്ടാ? ഞാൻ കവിതയാ. എന്താ അനിയേട്ടന് പറയാനുള്ളത്? അനിയേട്ടാ, എന്താ സംഭവിച്ചത്? അനിയേട്ടാ, അനിയേട്ടാ, ഓവർ സ്ട്രെയിൻ കൊടുക്കണ്ട. എന്താ? കുന്തം. നിന്റെ അച്ഛൻ വന്ന് തടഞ്ഞാലും കവിത ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ഞാൻ എന്റെ അനിയേട്ടനെ കണ്ടു, സംസാരിച്ചു.
ഇനിയും ICU സേഫ് അല്ല. റൂമിലേക്ക് നാളെ മാറ്റാനിരുന്നത്. കുഴപ്പമില്ല, ഇനി പെട്ടെന്ന് സുഖമായിക്കോളും. എങ്ങനെയുണ്ട് മോളെ? മനസ്സ് നേരെയാവണമെങ്കിൽ ഇനി എത്ര കാലം എടുക്കും സർ? മറക്കുക. കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഒരു ഓർമ്മത്തെറ്റ് പോലെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക. പറ്റില്ല. ആനന്ദ് സാർ പറഞ്ഞതുപോലെ എന്റെ മനസ്സിലും വാശിയുണ്ട്. അത് വേണ്ട അമ്മേ. വേണം. അവസാനത്തെ തോൽവിയായിരിക്കും ഇത്. ഇനി തോൽക്കരുത്. ജയിക്കണം. ജയിച്ച് കാണിക്കണം എൻ്റെ മോള്. എന്താ ലീലാമേ, ശരിക്ക് കിട്ടിയ മട്ടുണ്ടല്ലോ. കിട്ടി, നന്നായിട്ട് കിട്ടി. ആ പോലീസുകാരിയില്ലേ പൊന്നമ്മ, അവക്കിനി 5 മാസം ആയുസ്. 4-ാം മാസം ഞാനിവിടെ നിന്ന് ഇറങ്ങും. 5-ാം മാസത്തിൽ അവക്ക് പെട്ടിയാ 6 അടി നീളത്തിലാ. നീ അവളെ കൊന്നതുകൊണ്ട് കിട്ടിയ തല്ലിന്റെ കേട് തീരുവോ ലീലാമേ? ഇക്കണക്കിന് പോയാ നീ ആയുസ് എത്താതെ ചാവും. ലീലാമേ, സന്തോഷായില്ലേ? ഒരാളെ വേദനിപ്പിച്ചിട്ടുള്ള സന്തോഷം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല. ഇത് അറിയാതെ പറ്റിപ്പോയതാ. പെട്ടെന്ന് സഖിയിട്ട് എന്നെ ശല്യം ചെയ്യുന്നുവെന്ന് അന്ന് വിളിച്ചു പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണം. ക്ഷമയൊന്നും ചോദിക്കണ്ട. എനിക്കിത് ആദ്യമായിട്ട് കിട്ടുന്ന തല്ലൊന്നുമല്ല. എനിക്കിവിടെ വന്നിട്ട് 4-5 തവണയായി. ഒരിക്കലടിച്ച് ചോര ഛർദ്ദിപ്പിച്ചു. എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നേ? എനിക്ക് നിന്നെ കണ്ടിട്ട് സഹതാപം തോന്നാം. സഹതാപോ? ആർക്ക് വേണോ അത്? ചവാലി പൊട്ടിയ പോലെ തെരുവ് നീളെ തെണ്ടിയാലും ആരുടെ സഹതാപം വേണ്ട ഈ ലീലാമ്മയ്ക്ക്. നിങ്ങൾ പോ. എന്നെ വ്യാഴാഴ്ച കാലാവധി തീരുവോ അല്ലേ? ജാമ്യം കിട്ടാതിരിക്കില്ല. ജാമ്യം കിട്ടിപ്പോകുന്നതിന് മുമ്പ് എന്റെ മോന്റെ പേരൊന്ന് പറയൂ. ഇതിൽ പറഞ്ഞുറപ്പിച്ച തുക മുഴുവനുമുണ്ട്. 15 കോടി.
വേണമെങ്കിൽ എണ്ണി നോക്കാം. വേണ്ട, ഇതൊക്കെ പരസ്പരമുള്ളൊരു വിശ്വാസമല്ലേ? ബ്ലാക്ക് മണിയാണെന്ന് അറിയാം. ടാക്സും മറ്റും അടയ്ക്കുമ്പോൾ സോഴ്സ് കാണിക്കേണ്ടി വരും. അപ്പോ തന്നയാളുടെ പേര് പറയേണ്ടി വരും. അതായിക്കോളൂ. പലിശയ്ക്ക് വാങ്ങിയതാണെന്ന് മാത്രം പറയരുത്. അത്രയേ വേണ്ടൂ. എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതെ, എല്ലാവരുടെയും ചെക്ക് ലീഫ് റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്. അമ്മയുടെ തൊഴികെ. ആ. അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. സ്റ്റാമ്പ് പേപ്പറും പ്രോനോട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീടിന്റെ ആധാരം എല്ലാം റെഡിയാണ്. ഒറിജിനൽ ആണല്ലോ അല്ലേ? ടാക്സ് അടച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ? ആ, എല്ലാത്തിലുണ്ടോ? നോക്കിയോളൂ. ക്ഷമിക്കണം, ഇതൊന്നും എന്റെ കയ്യിലല്ല തരേണ്ടത്. പണം തരുന്നത് ഞാനല്ല, മേഡമാണ്. അതാരാ? പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. വിളിക്കണ്ട. ഞാനെല്ലാം കേട്ടു നിൽപ്പുണ്ടായിരുന്നു. മാഡം, ഡോക്യുമെന്റ്സ് എല്ലാം ഇവരുടെ കയ്യിലുണ്ട്. അതൊന്ന് വാങ്ങി വായിച്ചു നോക്കണം. എന്താടി ഇത്? ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? പറഞ്ഞറിയിക്കാനുള്ള ചരിത്ര സംഭവം ഇത്. മേലെ കളപ്പുരയ്ക്കൽ വീട്ടിലെ തന്തയും തള്ളയും ചത്ത് അനാഥയായി പോയ കവിത. പാരമ്പര്യവും തറവാടിത്തവുമുള്ള അഴകത്തുകാരുടെ 10 ഏക്കർ ഭൂമിയും കൊട്ടാരം പോലത്തെ ഈ വീടും പണയത്തിനെടുത്ത് 15 കോടി രൂപ തരുന്നു. ഈ തോമാച്ചൻ സാക്ഷി. എന്താണ് ഇത് അരവിന്ദ? എന്തായി കാണിക്കണം? നടക്കത്തില്ല. നീയുമായിട്ടല്ല ഞങ്ങൾക്ക് എഗ്രിമെന്റ്. അതെ വല്യേട്ടാ, ഞാനുമായിട്ട് തന്നെയാ എഗ്രിമെന്റ്. എനിക്ക് വേണ്ടി തോമാച്ചൻ സഹായിച്ചെന്നേ ഉള്ളൂ. ദാ, ഇതല്ലേ ആ എഗ്രിമെന്റ്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് ചതിക്കൂന്ന്. കണ്ണിയാ ഇവള്. ഇത്രയും വലിയ ചതി നീ എന്നോട് കാണിക്കൊന്ന് വിചാരിച്ചില്ലടി. എന്ത് ചതി? ഞാനൊരു പ്രോപ്പർട്ടി പണയത്തിന് വാങ്ങിക്കുന്നു, പണം തരുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഈ ഡീല് ക്യാൻസൽ ചെയ്തോളാം. അതെങ്ങനാ? നാളെ അമ്മ ജാമ്യത്തിൽ ഇറക്കണം. ഈ സമയത്ത് ഞങ്ങൾ എവിടെ പോയിട്ടാ പണം തേടുക? അതൊന്നും എന്റെ ഹെഡേക്കല്ല. ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരുണ്ട്, അമ്മയുടേതടക്കം. ഈ ഡീലിൽ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ സൈൻ ചെയ്യണം. ജയിലിൽ നിന്നും വന്ന അമ്മ ഇതിൽ സൈൻ ചെയ്യുമെന്ന് ഉറപ്പ് തരണം. അതിന് വേറൊരു ക്ലോസും വച്ചിട്ടുണ്ട്. അതിട്ടോളും. ഇല്ലെങ്കിൽ അഴകത്ത് സുമംഗല ഒപ്പിട്ട മുദ്രപത്രവും പ്രോമിസറി നോട്ടും ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് തർക്കമില്ല. ഒപ്പിടുന്നുണ്ടെങ്കിൽ രേഖകൾ തന്നിട്ട് അത് ഇപ്പം വേണം. ഇല്ലെങ്കിൽ കാശ് ഞാൻ തിരിച്ചെടുക്കും. ഡീൽ ക്യാൻസൽ. അനന്തു, ആ ഫയലും കൊടുത്തേക്ക്. മറ്റെന്തിനേക്കാളും നമുക്ക് സുമംഗല ഇപ്പൊ വലുത്. ഉണ്ണിയമ്മേ, ഒപ്പിടരുത്. ഇത് ചതിയാ. ഇവള് തിരിച്ചെഴുതി തരില്ല ഉണ്ണിയമ്മേ. ഉണ്ണിയമ്മേ പ്ലീസ്, വേണ്ട. മൈഥിലി, വേറെ നിവർത്തിയില്ല. നമ്മൾ അകപ്പെട്ടുപോയി. അറിയണ്ട. ഇനി കാശെടുത്തോ.
മാഡം എന്നാ ഞാനങ്ങോട്ട്. ശരി, നന്ദിയുണ്ട് തോമാച്ചനോട് എനിക്ക്, അളവറ്റ നന്ദിയുണ്ട്. ഓക്കെ മാഡം. ഈശ്വര, ചതി പറ്റുമോ? വരുന്നത് വരട്ടടാ. മോളിലിരുന്ന് ഈശ്വരനെല്ലാം കാണുന്നുണ്ട്.